എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമൻ നാരായണീയം ദശകം 3 ശ്ലോകം 5, 6. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭവൽ ഭക്തിസ്ഫീതാ ഭവതു മമ സൈവ പ്രശമയേദശേഷക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേദ്വ്യാസസ്യോക്തിസ്തവ ച വചനം നൈഗമവചോ ഭവേന്മിഥ്യാ രഥ്യാ പുരുഷവചനപ്രായമഖിലം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് ഭക്തി ഉണ്ടാവണേ, മനസ്സിൽ ഏതു നേരവും ഭക്തി ഉറച്ചു നിൽക്കണേ, ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ചെയ്യണത്. അതേപോലെ തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ലോകം മുഴുവൻ ഭഗവത് കഥകൾ പാടിക്കൊണ്ടും അവിടുത്തെ ഗുണങ്ങളും കഥകളും മഹാത്മ്യങ്ങളും മഹത്വങ്ങളും ഉറക്കെ പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടും യാതൊരു ക്ലേശവും തടസ്സവും കൂടാതെ നടക്കുന്ന നാരദാദി ഋഷീശ്വരന്മാരുടെ ആ ഒരു ഭാഗ്യത്തെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ചൊക്കെ പറയണ്ടായി. ഇവിടെ ഈ ശ്ലോകത്തിൽ ഈ നാരദാദികൾ മഹർഷികളെപ്പോലെ, വ്യാസാദി മഹർഷികളെപ്പോലെ എപ്പോഴും ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് അവിടുത്തെ കഥകൾ പാടാനും മഹത്വങ്ങളും ഗുണങ്ങളും വിവരിക്കാനും അതിനനുസരിച്ചുള്ള ഭക്തി ഉണ്ടാവണേ, ആ ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അവിടുത്തെ ആ വപസ്സിൽ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അടിയുറച്ച ഭക്തി ഉണ്ടെങ്കിൽ യാതൊരു സംശയമില്ല, ഗുരുവായൂരപ്പ എല്ലാ സങ്കടങ്ങളെയും തീർത്ത്, എല്ലാ ക്ലേശങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും തീർത്ത് മനസ്സിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം, സന്തോഷം, സുഖം ഉണ്ടാവണം, അതിൽ യാതൊരു സംശയമില്ല എന്ന് മേൽപ്പത്തൂർ പറയുക ചെയ്യണേ. എന്ന് മാത്രമല്ല, ഇനി അഥവാ അങ്ങനെ ഭക്തി ഉണ്ടാവണില്ല, ക്ലേശങ്ങളൊന്നും അവിടുത്തെ ആശ്രയിക്കുന്നവർക്ക് ഭക്തി വർദ്ധിക്കണില്ല, മനസ്സിന് സുഖം കിട്ടണില്ല, ക്ലേശങ്ങളെ തീർക്കാൻ സാധിക്കണില്ല, ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകണില്ല എന്നൊക്കെ ആണെങ്കിൽ ഗുരുവായൂരപ്പ വ്യാസൻ മുതലായ ഋഷീശ്വരന്മാരുടെ വാക്ക് വൃഥാവിലാവും. കാരണം വേദവ്യാസൻ ശ്രീമദ് ഭാഗവതം രചിക്കാനുണ്ടായ കാരണം തന്നെ പ്രസിദ്ധമാണ്. അനവധി കർമ്മങ്ങൾ ചെയ്തിട്ട് അനവധി പുരാണങ്ങൾ രചിച്ചിട്ടും വേദത്തെ നാലാക്കി പകുത്ത് ലോക സംഗ്രഹാർത്ഥം ശിഷ്യപ്രശിഷ്യന്മാരിൽ കൂടി പകർന്ന് നൽകിയിട്ടും പഞ്ചമവേദം എന്ന് പ്രസിദ്ധമായ മഹാഭാരതം നിർമ്മിച്ചിട്ടും മനസ്സിന് ശാന്തി കിട്ടാണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണല്ലോ ശ്രീനാരദ മഹർഷി വേദവ്യാസൻ്റെ ആശ്രമത്തിൽ വരണതും. ശ്രീനാരദ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് വേദവ്യാസ മഹർഷി ഭഗവത് കഥകളെ പൊഴുത്തിക്കൊണ്ടും ഭക്തി രസം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പ്രത്യക്ഷ കൃഷ്ണയേവഹി ഭഗവാന്റെ അവതാരം തന്നെയായ ശ്രീമദ് ഭാഗവതം രചിക്കാൻ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഭാഗവതം രചിച്ചത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണല്ലോ. അപ്പോൾ ആ ഭഗവാന്റെ ശബ്ദരൂപത്തിലുള്ള അവതാരം എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവതത്തെ വേദവ്യാസം രചിക്കാൻ കാരണം ശ്രീനാരദ മഹർഷിയുടെ ഉപദേശപ്രകാരമാണ്. അതിൽ അനവധി മഹത്വങ്ങൾ, ഗുണങ്ങൾ വേദവ്യാസ മഹർഷി എടുത്തെടുത്ത് പറയാനുള്ളത് അല്ലേ. ഭഗവാന്റെ മഹത്വങ്ങൾ, ഭഗവാന്റെ ആ വിശേഷണങ്ങൾ, ഭഗവത് മഹിമ, ഭക്തിയുടെ മഹത്വം, ഭക്തന്മാരുടെ മഹത്വം, ഇതെല്ലാം ശ്രീമദ് ഭാഗവതത്തിൽ വേദവ്യാസൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ശ്രീനാരദ മഹർഷിയും ഭഗവത് ഭക്തി ഉണ്ടാവാൻ സജ്ജനങ്ങളെ ഉപദേശങ്ങൾ നൽകി നാമസങ്കീർത്തനങ്ങൾ കേൾപ്പിച്ചു കൊടുത്ത് സജ്ജനങ്ങളിൽ ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കണം. അപ്പോൾ അവിടുത്തെ ആശ്രയിച്ചാൽ ഭക്തി വർദ്ധിക്കണില്ല, ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോണില്ല എന്നാണെങ്കിൽ ഈ നാരദാദി മഹർഷിമാരുടെയും വ്യാസാദി മഹർഷിമാരുടെയൊക്കെ വാക്ക് വൃഥാവിലാകും എന്നിങ്ങനെ ഗുരുവായൂരപ്പനോട് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഒന്നും കൂടി ഉറപ്പിച്ചു പറയണു, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അടിയുറച്ച ഭക്തി ഉണ്ടായാൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളൊക്കെ വിട്ടകന്നു പോകണു. അങ്ങനെ ഈ ശ്ലോകത്തിൽ രോഗം ഭക്തിക്ക് കീഴ്പ്പെടണു, അല്ലെങ്കിൽ ഭക്തി രോഗത്തെ ജയിക്കണു എന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ വിഷയമാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഭവൽ ഭക്തിസ്താവൽ പ്രമുഖമധുരാതുൽ ഗുണരസാൽ കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമലപരിബോധോദയമിളന്മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഹേ ഗുരുവായൂരപ്പ, അവിടുത്തെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തി, അവിടുത്തെ വംശങ്ങളിലുള്ള ഭക്തി, അവിടുത്തെ ആ ഗുണഗണങ്ങളിലുള്ള മാധുര്യം കൊണ്ട് ആ ഭക്തിയുടെ തുടക്കത്തിൽ തന്നെ, അതായത് ഭഗവാനുള്ള ഭക്തി ഒരു ഉപാസകൻ്റെ മനസ്സിൽ എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ തന്നെ ആ ഭക്തിയും മാധുര്യം ഉള്ളതായി തീരണം. പിന്നെ അവിടുത്തെ ഉപാസിച്ച് സേവിച്ച് മനസ്സിൽ ഭക്തി വളർന്നു വരുംതോറും ആ ഉപാസകൻ്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ക്ലേശങ്ങളും നിശേഷം ഇല്ലാണ്ടാവണു. എന്നിട്ടോ അവസാനം അവിടുന്ന് മുക്തിയെ, മോക്ഷത്തെ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് ഭക്തിയോഗം കൊണ്ട് ആശ്രയിക്കുന്ന, ഭക്തിയോഗത്തിൽ കൂടി ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് അവിടുന്ന് മോക്ഷത്തെ പ്രദാനം ചെയ്യണു. ഇതല്ലേ അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടത്? വേറെന്താ വേണ്ടത്? അപ്പോൾ ചുരുക്കത്തിൽ ജീവിതത്തിൽ സുഖം ദുഃഖം ഇല്ലാണ്ടാവുക, ഒടുക്കം മോക്ഷം ലഭിക്കുക, ഇതല്ലേ അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും അവിടുത്തെ ആ കാരുണ്യം കൊണ്ട് ഭക്തന്മാർക്ക് ലഭിക്കണു അല്ലേ ഗുരുവായൂരപ്പ? അതുകൊണ്ട് അടിയൻ, അല്ലെങ്കിൽ അടിയനെ പോലെയുള്ള അവിടുത്തെ ഉപാസിക്കുന്ന സാധാരണക്കാരായ ഭക്തന്മാർ, ഉപാസകന്മാർ അത്തരത്തിലുള്ള ആ ഭക്തിയെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഭക്തി കൊണ്ട്, നിഷ്കാമമായ ഭക്തി കൊണ്ട്, പ്രേമഭക്തി കൊണ്ട് അവിടുത്തെ ഉപാസിച്ചാൽ യാതൊരു സംശയമില്ല, ഉറപ്പുണ്ട്, എല്ലാ രോഗങ്ങളെയും എല്ലാ ക്ലേശങ്ങളെയും മാറ്റിത്തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നതാ ഇവിടെ ഗുരുവായൂരപ്പനോട് അടിവരയിട്ട് ആ മനസ്സിൻ്റെ ഉറപ്പോടുകൂടി മേൽപ്പത്തൂർ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ഭക്തി രോഗത്തിനെ ഇല്ലാണ്ടാക്കണം. ഭക്തി രോഗങ്ങളെ ജയിക്കാനുള്ള ആ ഒരു ശക്തി ആർജിച്ചു കഴിഞ്ഞതായിട്ട് മേൽപ്പത്തൂർ ഇവിടെ അടിവരയിട്ട് ഭഗവാനോട് തന്നെ ആ ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ജ്ഞാനേന്ദ്രിയങ്ങളെക്കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെക്കൊണ്ടും ഭഗവാനെ ഉപാസിക്കുക, അങ്ങനെ ഉപാസിക്കുന്ന ഭക്തൻ്റെ, അടിയങ്ങളെപ്പോലെയുള്ള ഭക്തന്മാരുടെ ക്ലേശങ്ങൾ അകറ്റിത്തരണമെന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.